ധർമ്മസ്ഥല കുപ്രചരണ കേസിൽ സമർപ്പിച്ച മൊഴികളും തെളിവുകളും വ്യാജമെന്ന് തുറന്നു സമ്മതിച്ച് ലോറി ഉടമ മനാഫ്. അന്വേഷണ സംഘത്തിനാണ് മനാഫ് മൊഴി നൽകിയത്. തലയോട്ടിയെടുത്തത് ശുചീകരണ തൊഴിലാളിയല്ല, മറ്റ് രണ്ടുപേരാണ്. സുജാത ഭട്ടിന്റെ മൊഴി വിശ്വാസത്തിലെടുത്തതിൽ തനിക്ക് പിശകു പറ്റിയെന്നും മനാഫ് പറഞ്ഞു. മനാഫിന് പിന്നിൽ മുസ്ലിം മതമൗലികവാദ സംഘടനകൾ ഉണ്ടോ എന്നതിലും അന്വേഷണം നടക്കുകയാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപനൊപ്പം ചേരുന്നു. നന്ദഗോപൻ, ഇത് ഒരു ഗൂഢതന്ത്രമായിരുന്നു, ആലോചിച്ചുറപ്പിച്ചത് എന്നിപ്പോൾ തോന്നിപ്പിക്കുന്നുണ്ട്. മൊഴികളും തെളിവുകളുമൊക്കെ കൃത്രിമമാണെന്ന കുറ്റസമ്മതം മനാഫ് തന്നെ നടത്തുകയാണ്. കൃഷ്ണരാജ്, മനാഫ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയത് അത് അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനെന്നുള്ള ഒരു നിഗമനമാണിപ്പോൾ ഈ അന്വേഷണ സംഘത്തിനുള്ളത്. അതായത് ഈ മനാഫിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, കൃത്യമായ സംഘമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താനെന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ച ഒരു സംഘം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. സ്വാഭാവികമായും താൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ്, സുശീല ഭട്ടിൻ്റെ വാക്കുകൾ താൻ വിശ്വസിച്ചു, അതുകൊണ്ടാണ് താൻ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് എന്ന തരത്തിലുള്ള ഈ മനാഫിൻ്റെ പുതിയ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ മനാഫിൻ്റെ പുതിയ മൊഴി അത് ഈ അന്വേഷണത്തെ അത് പ്രതികൂലമായി ബാധിക്കും, അല്ലെങ്കിൽ അന്വേഷണം മറ്റ് സംഘങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കുവാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണ് എന്നുള്ള നിഗമനം അവിടെ പോലീസിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ധർമ്മസ്ഥലയും അതേപോലെ തന്നെ മൂകാംബിക അടക്കമുള്ള ഈ കർണാടകത്തിലെ ക്ഷേത്രങ്ങളെ അപകീർത്തിപ്പെടുത്തുവാനും തകർക്കുവാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഈ ഒരു സംഭവത്തിന് പിന്നിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം കൃത്യമായി മനാഫിലേക്ക് ഒതുങ്ങി നിൽക്കാതെ കൂടുതൽ സംഘങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് ഏതെങ്കിലും തീവ്ര ഇസ്ലാമിക സംഘങ്ങളിലേക്കാണ് ഈ അന്വേഷണം നീളുന്നത് അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ മുന നീളുന്നത് എന്ന് അങ്ങനെ ഉണ്ടായാൽ സ്വാഭാവികമായും കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ അതിൽ ഇടപെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതിനോടകം തന്നെ BJP അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്ലാമിക പ്രീണനത്തിലൂടെയാണ് സർക്കാർ അധികാരത്തിൽ വന്നത്. ആ ഇസ്ലാമിക പ്രീണനം ഇപ്പോഴും പല പ്രവർത്തികളിലും സർക്കാർ നിലനിർത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം കൃത്യമായ ദിശയിലേക്ക് നീങ്ങിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളിലേക്കോ വ്യക്തികളിലേക്കോ മറ്റോ നീങ്ങിയാൽ അതിനെ തടയിടുന്ന രീതിയിലുള്ള പ്രവർത്തനം കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ളൊരു സംശയം ചില ഹൈന്ദവ സംഘടനകളടക്കം ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. അതേസമയം തന്നെ ഇപ്പോൾ നിലവിൽ മനാഫ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ, അതായത് തലയോട്ടി അടക്കം ഇതിനുവേണ്ടി കൃത്രിമമായ തെളിവുകളായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. ആ തെളിവുകൾ ഉപയോഗിച്ചാണ് മനാഫ് തൻ്റെ സാമൂഹ്യ മാധ്യമം വഴി വീഡിയോകൾ ചിത്രീകരിച്ചതെന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും മനാഫിൻ്റെ ഭാഗത്തുനിന്ന് മനാഫ് കൈയൊഴിഞ്ഞ് ഇതിന് പിന്നിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് തൻ്റെ ഭാഗത്തുനിന്നും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് ഇത്തരം വീഴ്ചകൾ ഉണ്ടായത് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ വിഷയത്തിൽ നിന്നും കൈയൊഴിയുവാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢസംഘങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗം കൂടിയാണ് മനാഫിൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ, പോലീസിന് നൽകിയ മൊഴി എന്നുള്ളൊരു വിലയിരുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. കൃഷ്ണരാജ്, ശരി. ധർമ്മസ്ഥല കുപ്രചരണ കേസിൽ സമർപ്പിച്ച മൊഴികൾ തെളിവുകളൊക്കെ വ്യാജമാണെന്ന് തുറന്നു സമ്മതിക്കുന്നു മനാഫ്. ഇതോടെ പിന്നിലെ ഗൂഢാലോചന വ്യക്തമാവുകയാണ്. കുരുക്കുമുറുകുന്നു മനാഫിന് എന്ന് കൂടി പറയേണ്ടി വരും. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ.